ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ക്രൂരതകൾ ഒന്നുകൂടി വെളിവാക്കപ്പെടുകയാണ്. സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന, ബോംബ് വർഷിക്കുന്ന ഒരു രാജ്യം. ജനുവരിയിൽ നടന്ന സംഘർഷത്തിൽ ഇറാനിലെ ജനതയ്ക്ക് നേരെ ഇറാനിലെ ഭരണകൂടം നടത്തിയത് ഏറ്റവും കിരാതമായ ഒരു നടപടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി മാസത്തിൽ ഇറാനിൽ നടന്ന ജനകീയ പ്രതിഷേധത്തിന് നേരെ ഇറാനിലെ ഭരണകൂടം തന്നെ, ഇറാനിലെ സൈന്യം തന്നെ അതിഭീകരമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഭരണകൂടം, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാനിലെ ഔദ്യോഗിക സൈന്യം തന്നെ ഇറാനിലെ ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ 20,000-ലധികം ഇറാനികളെയാണ് ഇറാൻ്റെ സൈന്യം കൊന്നൊടുക്കിയത്. മോട്ടോർ ഷെല്ലുകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളും AK-47 ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജനത നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിന് നേരെ വലിയ അതിക്രമമാണ് ഇറാനിലെ സൈന്യം നടത്തിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. തലയ്ക്ക് വെടികൊണ്ടാണ് നൂറുകണക്കിന് ഇറാനികൾ കൊല്ലപ്പെട്ടത്. അതുമാത്രവുമല്ല, പരിക്കേറ്റ ഇറാനികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രികളിലെത്തി ഇറാൻ സൈന്യം പ്രതിഷേധക്കാരെ വീണ്ടും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്തോ ഏറ്റവും വലിയ ശത്രുതയുള്ളത് പോലെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഇറാൻ സൈന്യം പ്രതിഷേധക്കാരോട് കാണിച്ചത്. നമുക്കറിയാം, ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഇറാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. നമുക്കറിയാം, വിലക്കയറ്റവും അതുപോലെ തന്നെ കറൻസിയിലെ ഇടിവും കൊണ്ട് പ്രതിഷേധിച്ച വ്യാപാരികളും വ്യവസായികളും കടകമ്പോളങ്ങൾ അടച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ആ പ്രതിഷേധ ധർണ അല്ലെങ്കിൽ പ്രതിഷേധ സമരം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളും മറ്റുള്ളവരും ആ പ്രതിഷേധം ഏറ്റെടുത്തു. പിന്നീട് സൈന്യം ആ പ്രതിഷേധത്തിനെതിരെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഏതെങ്കിലും തരത്തിൽ ചർച്ചയിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പകരം ആ സമരത്തെ, പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് ഇറാൻ ഭരണകൂടം തീരുമാനിച്ചത്, ഇറാൻ ഭരണകൂടം ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടും ഇറാനിലെ ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണകൂടത്തിന് തൃപ്തിയായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും ആ പ്രതിഷേധക്കാരെ തിരഞ്ഞുപിടിച്ച് വധിക്കാനാണ് ഇറാൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റ് ആശുപത്രികളിലെത്തിയ സാധാരണക്കാരായ പ്രതിഷേധക്കാരെ ആശുപത്രികളിലിട്ട് കൊന്നൊടുക്കുകയാണ് ഇറാനിലെ സൈന്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ക്രൂരതയാണ് ഇറാനിലെ ഭരണകൂടം ആ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെ ഏറ്റവും ക്രൂരമായ ഒരു സൈന്യവും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഭരണകൂടവുമാണ് ഇറാൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം.